2016 ലോഞ്ചായ ആപ്പിളിന്റെ ഐഫോൺ 7 ഇപ്പോൾ 2023 ആവാറായ സമയത്ത് നിങ്ങൾ എടുക്കാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഐഫോൺ 7 എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഫോണായതുകൊണ്ട് തന്നെ ഇതിന് സോഫ്റ്റ്വെയർ സപ്പോർട്ട് കാര്യം എടുക്കാൻ നേരത്ത് തന്നെ ഒഫീഷ്യലായിട്ട് ഇനി സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടത്തില്ല. അതായത് ഇപ്പോൾ iOS 16 വന്നപ്പോൾ തന്നെ ആ ഒരു സപ്പോർട്ട് ഈ ഐഫോൺ 7 ഇല്ല. അതുമാത്രമല്ല, ഇനി ഒരു 1-2 വർഷം കഴിയുമ്പോൾ തന്നെ കുറേ ആപ്സ് ഒക്കെ ഇതിനകത്ത് വർക്ക് ആവാത്തൊരു കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതായത് ഗൂഗിൾ പേ കണക്കത്തെ ആപ്പൊക്കെ വർക്ക് ആവാത്തൊരു കാര്യം വരും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ വാട്സാപ്പും അങ്ങനത്തെ ആപ്സും ഒക്കെ സപ്പോർട്ട് ഇല്ലാതാവുന്ന ഒരു സമയം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐഫോൺ 7 ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കാൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ടാഗ് നല്ല കുറവാണെങ്കിൽ, അതായത് നല്ലൊരു ഓഫറിലാണെങ്കിൽ മാത്രമേ എടുക്കാവൂ. അത് ഈ ഫോണിനകത്ത് ഈ ഒരു പ്രശ്നം മാത്രമല്ല, ബാറ്ററി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ബാറ്ററി ഈ ഒരു പഴയ ഫോൺ ആയതുകൊണ്ട് തന്നെ ബാറ്ററി മാറ്റിയിട്ടില്ലാത്ത ഫോണാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് നല്ല മോശമാണ്. ഇപ്പോൾ ബാറ്ററി മാറ്റി, അതായത് ഒഫീഷ്യലായിട്ട് ബാറ്ററി മാറ്റിയ ഫോണാണെങ്കിൽ തന്നെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു 2.5 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെയൊക്കെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അതായത് ഇതിൻ്റെ ബാറ്ററി ചെറുതാണ്. പിന്നെ ഈ ഫോൺ എന്ന് പറയുന്നത് അങ്ങനെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോണിനകത്ത് എനിക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. അതായത് നിങ്ങളുടെ മെയിൻ ഫോൺ ഒരു ആൻഡ്രോയിഡ് ഫോണാണ്, നിങ്ങൾക്ക് iOS എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനും ഈ ഫോൺ നല്ലൊരു ഓപ്ഷനാണ്. അതായത് ഇതിനകത്ത് iOS 16 ഇല്ലെങ്കിലും iOS 15 iOS 16 മിക്ക കാര്യങ്ങളും ഉണ്ട്. നമുക്ക് കസ്റ്റമൈസേഷനും കാര്യങ്ങളും കുറവാണെങ്കിലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് iOS എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഐഫോൺ 7 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ പോരായ്മകൾ നിങ്ങൾ മനസ്സിലാക്കി വേണം എടുക്കാം. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രൈസ് ടാഗാണ്. ഇപ്പോൾ നിങ്ങളൊരു 10,000 ആ റേഞ്ചിലൊക്കെ നിങ്ങൾ ഐഫോൺ 7 എടുക്കാൻ പോവുകയാണെങ്കിൽ അതൊട്ടും വേർത്തല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുവാണെങ്കിലും ഈ ഫോണിനകത്ത് കുറേ നല്ല കാര്യങ്ങളുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഈ ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോം ഫാക്ടറും ബിൽഡ് ക്വാളിറ്റിയൊക്കെയാണ്. ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഒറ്റ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോണാണ്. പിന്നെ അതുമാത്രമല്ല വളരെ കനം കുറഞ്ഞ ഫോണാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി എടുക്കാൻ നേരത്ത് ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോൺസിനകത്ത് വെച്ച് ഫുൾ മെറ്റൽ ബോഡിയുള്ള ഒരു ഫോൺ വേണമെങ്കിൽ ഐഫോൺ 7 ആണ് നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഐഫോൺ 8 തൊട്ട് ആ ഒരു കാര്യം മാറിയിട്ടുണ്ട്. ബാക്കിൽ ഗ്ലാസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഫോൺ 7 അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഫോൺ വളരെ വെയിറ്റും കുറവാണ്. പിന്നെ നമുക്ക് ഒറ്റക്കൈ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഐഫോൺ 7 എന്ന് പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഴയൊരു ഡിവൈസ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്കകത്തൊരു പോരായ്മകളും കാണാനില്ല. പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നോക്കാൻ നേരത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ ചെറിയൊരു ഡിസ്പ്ലേ ആണ്. 4.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പക്ഷേ നമുക്ക് ഐഫോൺ SE 3rd ജനറേഷൻ എടുത്താലും ആപ്പിൾ ഇതേ ഡിസ്പ്ലേ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതായത് ഡിസ്പ്ലേക്കകത്ത് നമുക്ക് 4.7 ഇഞ്ച് ആണെങ്കിലും ക്വാളിറ്റിക്കകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു IPS LCD പാനലാണ്. അതും ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ LCD പാനൽ വെച്ച് നല്ല ക്വാളിറ്റി ഉള്ളൊരു പാനലാണ് ഈ ഐഫോൺ 7 ഉള്ളത്. അതായത് നമുക്കിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കുകയാണെങ്കിൽ, ചില സാംസങ് ഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ LCD പാനൽസ് ഇപ്പോൾ 10,000 റേഞ്ചിലൊക്കെ വരുന്ന ഒരു സാംസങ് ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ LCD പാനലിനെ കാട്ടി നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് ഈ ഐഫോൺ 7 ഉള്ളത്. അത് നമുക്കിപ്പം പുറത്ത് വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് ഭയങ്കരമായിട്ട് കൂടുന്നില്ലെങ്കിൽ പോലും നമുക്ക് കണ്ടൻറ്റൊക്കെ വായിക്കാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചരിച്ചൊക്കെ നോക്കാൻ നേരത്ത് തന്നെ നമുക്ക് ആ ആംഗിൾ മാറുന്ന സമയത്ത് നമുക്ക് ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കുറയുന്ന കാര്യങ്ങൾ വലുതായിട്ടൊന്നും കാണാനുമില്ല. അതായത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ക്വാളിറ്റി വെച്ച് നല്ലത് തന്നെയാണ്. പക്ഷേ ഡിസ്പ്ലേയുടെ സൈസ് ഞാൻ പറഞ്ഞില്ലേ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പോരായ്മയുണ്ട്. അപ്പോൾ നമുക്കിപ്പം വീഡിയോ കാണുന്ന സമയത്തൊക്കെ ആ ഒരു ചെറിയ ഫോം ഫാക്ടർ, അതായത് ഈ ചെറിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല. പക്ഷേ ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ബസ്സിൽ വലുതായതുകൊണ്ട് തന്നെ ഹോം ബട്ടൺ ഉണ്ട്. അതും ഹോം ബട്ടൺ അത് ടച്ച് ID വരുന്നുണ്ട്. അത് ഈ ടച്ച് ID എന്ന് പറഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ട് അൺലോക്ക് ആവുന്ന നല്ലൊരു മെത്തേഡ് തന്നെയാണ്. അതായത് ഫിംഗർ പ്രിന്റ് അൺലോക്ക് ഉള്ള ഏത് ഫോണായിട്ട് കമ്പയർ ചെയ്താലും അതിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെക്കാട്ടി മികച്ച് നിൽക്കുന്ന ഒരു അൺലോക്കിംഗ് മെത്തേഡ് തന്നെയാണ് ഈ ഫോണിനകത്തുള്ളത്. അതായത് ഇതിനകത്ത് നമുക്ക് ഫിംഗർ പ്രിന്റ് അൺലോക്കിങ്ങിനകത്ത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് നമുക്ക് ഫിംഗർ റീഡ് ചെയ്യുന്ന കാര്യത്തിനകത്തോ അല്ലെങ്കിൽ അൺലോക്കിംഗ് സ്പീഡിനകത്ത് പോലും പ്രശ്നങ്ങളില്ല. അത് നിങ്ങൾ ആലോചിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷമായ ഒരു ഫോണായിട്ട് പോലും ആ ഒരു മെത്തേഡിനകത്ത് പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഈ ഐഫോൺ 7 ഉള്ളത്. പിന്നെ അതിനകത്ത് തന്നെ ഡിസ്പ്ലേ പരമായിട്ട് നമുക്ക് 3D ടച്ച് ഫീച്ചർ കിട്ടുന്ന ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ 7. അതായത് എനിക്ക് 3D ടച്ച് ഹാപ്റ്റിക് ടച്ചിനെ കാട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും 3D ടച്ച് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പ്ലേയിൽ പ്രഷർ അമർത്തുന്നതനുസരിച്ച് അതിനൊപ്പം റെസ്പോണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ 3D ടച്ച് ഇത്രയും നല്ല ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വൈബ്രേഷൻ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ലോണമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഐഫോൺ 7 ഉണ്ട്. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പോരായ്മ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ പെർഫോമൻസിനകത്താണ്. അത് നിങ്ങൾക്ക് പെർഫോമൻസ് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്താണ് നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കാൻ പോകണമെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും നോക്കരുത്. കാരണം വെച്ചാൽ ഇത്രയും കാലം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന A10 ഫ്യൂഷൻ ചിപ്പിനകത്ത് നമുക്ക് പെർഫോമൻസ് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ കാഷ്വലായ കാര്യങ്ങളോ അല്ലെങ്കിൽ കാഷ്വൽ ഗെയിമിങ്ങോ അല്ലെങ്കിൽ അത്യാവശ്യം ഹെവി ഒരു ഗെയിം കളിച്ചാൽ പോലും വലിയ പോരായ്മകൾ കാണാൻ പറ്റത്തില്ല. അതായത് സ്ലോ ആവുന്ന കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ലെങ്കിലും ഫോൺ ചൂടാവുന്നൊരു കാര്യം നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വാട്സാപ്പ് ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഗെയിമിങ്ങോ അല്ലെങ്കിൽ കുറേ നേരം എക്സ്റ്റെൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ ചൂടാവുന്നൊരു കാര്യമുണ്ട്. അത് ബാറ്ററിയും പ്രൊസസ്സറിൻ്റെയും കൂടെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇത്രയും കാലം കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഒരു പ്രൈമറി ഫോണായിട്ട് ഇനി ഐഫോൺ 7 ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും.
അത് നമ്മളിപ്പോൾ ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം എടുക്കുകയാണെങ്കിലും അതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കാരണം ബാക്കിലത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 12 മെഗാ പിക്സൽ ക്യാമറ അത് മാത്രമേ ഉള്ളൂ. അതും ആ ഒരു ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് നല്ല കണ്ടീഷനിലാണെങ്കിൽ പോലും നമുക്ക് ആ കളേഴ്സും കാര്യങ്ങളൊന്നും അത്ര പഞ്ചായിട്ട് നിൽക്കുന്ന കണക്കല്ല. പക്ഷെ നമുക്കത് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആയി മാറും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അത് നല്ല കണ്ടീഷൻ ആയിരിക്കണം. നല്ല ലൈറ്റുള്ള നല്ല കണ്ടീഷനാണെങ്കിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. ലൈറ്റ് കുറയുന്ന ഉടനെ തന്നെ നമുക്ക് ആ ക്യാമറയുടെ ആ ഒരു ഏജിങ് ഫാക്ടർ നല്ലോണം കാണാൻ പറ്റും. അത് ഇത്രയും വർഷമായ ഒരു ക്യാമറ നമുക്ക് അപ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് എടുക്കാൻ നേരത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോ നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ ഐഫോൺസിനകത്ത് എപ്പോഴും നമുക്ക് വീഡിയോ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ഒന്നും ഈ ഐഫോൺ 7 കിട്ടത്തില്ല ഇപ്പോഴത്തെ ഒരു കാലത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോക്കാൻ നേരത്ത് അത്യാവശ്യം നല്ല സ്റ്റേബിളായ നല്ല ക്വാളിറ്റിയുള്ള 4K വീഡിയോ തന്നെയാണ്. പക്ഷെ നമ്മൾ അതും നല്ല കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്ന വീഡിയോസ് വരുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഇപ്പോൾ ഏത് കണ്ടീഷനിൽ എടുത്താലും എനിക്ക് മോശമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഫ്രണ്ടിലുള്ളത് ഒരു 7 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് ഈ ക്യാമറ എടുക്കുന്ന സെൽഫീസ് എന്ന് പറയുന്നതിനകത്ത് ക്വാളിറ്റി നല്ല കുറവുണ്ട്. പിന്നെ വീഡിയോയ്ക്കകത്ത് വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഈ ഒരു ക്യാമറ പാക്കേജ് നമുക്കൊരു മെയിൻ ഫോണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ പാക്കേജ് അല്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ പോരായ്മകൾ ഈ ഫോണിനകത്തുണ്ട്. പിന്നെ നമ്മൾ ചാർജിങ്ങിൻ്റെ കാര്യം പറയാൻ നേരത്ത് തന്നെ ചാർജിങ്ങിനകത്ത് നമുക്ക് സ്ലോ ആയിട്ടുള്ള ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇതിനകത്ത് സപ്പോർട്ടില്ല. പിന്നെ വയർലെസ് ചാർജിങ് എന്തായാലും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ബോഡി ആയതുകൊണ്ട് വയർലെസ് ചാർജിങ് ഇല്ല. പക്ഷേ വയർലെസ് ചാർജിങ് എനിക്കൊരു പ്രശ്നമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ LTE സപ്പോർട്ട് ആണെങ്കിലും ഇതിൻ്റെ നെറ്റ്വർക്ക് സ്പീഡ്സ് കുറവാണ്. അപ്പോൾ LTE സപ്പോർട്ട് മാത്രമേ മിക്ക ഐഫോൺസിനുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ 5G എടുക്കുകയാണെങ്കിൽ തന്നെ 5G വന്നേക്കുന്നതിന് iPhone 12 സീരീസിന് മുകളിലേക്കാണ്. അപ്പോൾ അതിന് താഴെയുള്ള ഏത് ഐഫോൺ എടുത്താലും നമുക്ക് LTE വരെ സപ്പോർട്ട് ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ നെറ്റ്വർക്ക് സ്പീഡ് കുറച്ച് കുറവാണ്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എടുക്കാൻ നേരത്ത് തന്നെ ബ്ലൂടൂത്ത് 4.2 ആയതുകൊണ്ട് തന്നെ റേഞ്ച് പരമായ പ്രശ്നങ്ങൾ നമ്മൾ ഇച്ചിരി ദൂരേക്ക് പോകുമ്പോൾ വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ 2 ഡിവൈസും അടുത്തടുത്ത് വയ്ക്കണം. അതായത് ഫോണും കണക്റ്റഡ് ഡിവൈസും അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ വൈഫൈക്കകത്തും എനിക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നം തോന്നിയില്ല. പക്ഷേ സ്പീഡിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സ്പീഡ്സ് LTE സ്പീഡ്സ് കുറവായിരുന്നു. പിന്നെ നമ്മൾ കോൾ ക്വാളിറ്റി എടുക്കാൻ നേരത്തെ എനിക്ക് അത്യാവശ്യം നല്ല കോൾ ക്വാളിറ്റി തന്നെ തോന്നുന്നുണ്ട് ഇപ്പോഴും. പിന്നെ അതങ്ങനെ സ്പീക്കേഴ്സ് പറയുവാണെങ്കിൽ ഈ ഫോണിന് ഡ്യുവൽ സ്പീക്കേഴ്സാണ്. അതായത് നമുക്ക് ഈ താഴെ കാണുന്ന ഗ്രില്ലും ഇയർ പീസ് സ്പീക്കറാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു ഡ്യുവൽ സ്പീക്കർ സിസ്റ്റമാണ്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം കൂടെ അറിയായിരിക്കും, ഈ ഫോണിനകത്ത് ഹെഡ്ഫോൺ ജാക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പരമായിട്ട് നമുക്കിപ്പം ഹെഡ്ഫോൺ പരമായ ലിസണിങ് എക്സ്പീരിയൻസ് വരണമെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസ് തന്നെ കണക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്യുവൽ സ്പീക്കർ സിസ്റ്റത്തിന് അതുകൂടെ കേൾക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് iPhone 7ൻ്റെ കാര്യങ്ങൾ. അതിപ്പോൾ ഈ 2023 ആവാറായ സമയത്ത് നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് പ്രൈസിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10,000 റേഞ്ചോ അല്ലെങ്കിൽ അതിനൊക്കെ മുകളിലായിട്ട് അവർ പ്രൈസിംഗ് പറയുവാണെങ്കിൽ എടുത്തിട്ടൊരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിന് എനിക്ക് വേർത്തായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു 7,000 റേഞ്ച് അല്ലെങ്കിൽ അതിന് താഴേക്ക് നമുക്ക് കിട്ടുവാണെങ്കിൽ വളരെ വേർത്തായിട്ടുള്ള ഡിവൈസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡറി ഫോണിനകത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഫോൺ നല്ലോണം ചെയ്യും. അത് ഇത്രയും പെർഫെക്റ്റ് ആയ ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ഫോൺ ആ ഒരു പ്രൈസ് നമുക്ക് എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് iPhone 7ൻ്റെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഈ 2023 ആവാറായ സമയത്ത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു iPhone 7 ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആ കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.